സെല്ലിലെ ഭിത്തിയിൽ ഓടിക്കയറി പരിശീലനം. അറ്റകൈ ഊന്നി നിലത്ത് അഭ്യാസ പ്രകടനങ്ങൾ. സെല്ലിലെ കമ്പിയിൽ അള്ളിപ്പിടിച്ചു കിടന്ന് പരിശീലനം. ജയിൽ ചാട്ടത്തിന് ഇക്കണ്ട അഭ്യാസങ്ങളെല്ലാം പോലീസിന് മുന്നിൽ തന്നെ പയറ്റി ഗോവിന്ദചാമി. ഇതെല്ലാം അവന്റെ വ്യായാമ മുറകളെന്ന് തെറ്റിദ്ധരിച്ച് പോലീസ് വഴിമാറി. 4 ചുവരുകൾക്കുള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയുകയായിരുന്നില്ല ഗോവിന്ദചാമി എന്ന ബോൺ ക്രിമിനൽ. 1 വർഷത്തോളമായി ജയിൽ ചാട്ടത്തിനുള്ള പരിശീലനം നടത്തുകയായിരുന്നു. കണ്ണൂർ ജയിൽ അധികൃതർക്ക് വലിയ പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മേക്ക് ഓവർ നടത്തി ജയിൽ ചാടിയ ഗോവിന്ദചാമി മണിക്കൂറുകളോളം പോലീസിന്റെ വായിൽ വിരലിട്ട് കറക്കിയെന്ന് വേണം പച്ചയ്ക്ക് പറയാൻ. കണ്ണൂർ ജയിലിൽ തെളിവെടുപ്പ് നടത്തി വാനിലേക്ക് കയറ്റുമ്പോൾ മാധ്യമങ്ങളെ കൈവീശി കാണിച്ച ഗോവിന്ദചാമി പറയാതെ പറയുന്നുണ്ട്, ഞാൻ ഇനിയും ചാടുമെന്ന്. ഒറ്റക്കൈയുള്ള ഗോവിന്ദചാമിക്ക് ഇതൊക്കെ സാധിക്കുമോ? ഇയാൾക്ക് ജയിലിനകത്ത് നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന വലിയ ആരോപണം ശക്തമാകുന്നു. ഗോവിന്ദചാമി ആരാണ്, എന്താണ് എന്ന് കണ്ണൂർ ജയിൽ അധികൃതർക്ക് നന്നായി അറിയാം. സെല്ലിനുള്ളിൽ ഇതുപോലെ പല അഭ്യാസങ്ങളും പയറ്റിയിരുന്ന ക്രിമിനലിനെ ശക്തമായി നിരീക്ഷിക്കണമായിരുന്നു എന്ന വാദം ഇപ്പോൾ വരുന്നുണ്ട്. അംഗപരിമിതി ഉള്ളവരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. അവരുടെ പരിമിതികൾ ബലമാക്കി മാറ്റും അവർ. കൈയില്ലാത്തത് ഒരു കുറവായിട്ടല്ല, അതിനെ തനിക്ക് അനുകൂലമാക്കി എടുക്കാൻ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം ചെയ്തവനാണ് ഗോവിന്ദചാമി. 2 കൈ ഉള്ളവനേക്കാൾ ബലവാനാണവൻ. ഗോവിന്ദചാമിയെ പരിശോധിച്ച ഡോക്ടർമാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണത്. ഗോവിന്ദചാമി വെറുമൊരു ക്രിമിനലല്ല, അവന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ് കുറ്റവാസനയെന്ന് നിരവധി വെളിപ്പെടുത്തലുകൾ വരുന്നു. ഗോവിന്ദചാമിയെ സെല്ലിന് പുറത്തു കൊണ്ടുപോയി ജയിലിലെ പതിവ് വ്യായാമങ്ങൾ ചെയ്യിക്കാറില്ല. കാരണം പുറത്തു കൊണ്ടുപോയാൽ ഇയാൾ പോലീസുകാർക്ക് നേരെ അയാളുടെ വിസർജ്യം എടുത്തെറിയുമായിരുന്നു. അതുകൊണ്ട് സെല്ലിൽ തന്നെ ഇരുത്തും. ഈ സമയം അവൻ സെല്ലിനുള്ളിലെ ഭിത്തിയിലേക്ക് ഓടിക്കയറി പരിശീലിക്കുമായിരുന്നു. ഇക്കാലമത്രയും അയാൾ അങ്ങനെ പരിശീലിച്ചത് ഈ ജയിൽ ചാട്ടത്തിനു വേണ്ടി തന്നെയാകും. ഇതിനെ ഒരു വ്യായാമം എന്ന നിലയിലായിരിക്കും പോലീസ് കരുതിയിരിക്കുക. അവന്റെ ക്രിമിനൽ ബുദ്ധി ഉദ്യോഗസ്ഥ ബുദ്ധിക്കും അപ്പുറമാണെന്ന് സൗമ്യയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഷേർലി വാസു വെളിപ്പെടുത്തുന്നു. അവന്റെ കണ്ണിലേക്ക് ഞാൻ നോക്കിയിട്ടുണ്ട്. സ്പൈൻ ചില്ലിംഗ് വരുത്തും, നമ്മുടെ നട്ടെല്ല് തരിച്ചു വിറയ്ക്കും. അതുപോലെ തന്നെയാണ് കൃഷ്ണപ്രിയയുടെ കൊല നടത്തിയ മുഹമ്മദിന്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴും. താൻ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ക്രിമിനലുകളാണ് ഇരുവരും. ഒരു ദൃക്സാക്ഷിയുടെ മൊഴിയാണ് ഈ കേസ് സുപ്രീം കോടതിയിൽ ദുർബലമാക്കിയത്. ഈ പെൺകുട്ടി ചാടി രക്ഷപ്പെട്ടുപോയി എന്നൊരു സ്റ്റേറ്റ്മെന്റ് കോടതി റെക്കോർഡിലുണ്ട്. രക്ഷപ്പെട്ടുപോയി എന്നത് അയാൾ കൂട്ടിച്ചേർത്തതായിരുന്നു. അയാളെ കണ്ടെത്താനായില്ലെന്നതാണ് കേസിനെ ദുർബലമാക്കിയ കാര്യം. ആളൂർ കണ്ടുപിടിച്ചതായിരുന്നില്ല ആ ദൃക്സാക്ഷിയെ. സംഭവത്തെക്കുറിച്ചുള്ള കോടതി സമ്മറീസിലുള്ള കാര്യമാണിത്. ഡോക്ടർ ഷേർലി വാസു വെളിപ്പെടുത്തി. ജയിലിൽ ജുഡീഷ്യൽ പരിശോധന വരുമ്പോൾ ഷീൽഡ് വെച്ചാണ് ഗോവിന്ദചാമിയെ കാണിക്കാറുള്ളത്. നിരന്തരം അയാൾ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു. കോടതി നടപടികൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത് കണ്ടു. ഒരിക്കൽ താൻ ഇനിയും കൊല്ലുമെന്ന് കോടതിയിൽ വിളിച്ചു പറഞ്ഞു. ആരെയാണ് കൊല്ലുക എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം വക്കീലായ ആളൂരിനെ തന്നെ കൊല്ലുമെന്നാണ് പറഞ്ഞതെന്ന് മനസ്സിലായി. ആളൂർ അയാൾക്ക് വേണ്ടി ശക്തമായി വാദിച്ചില്ലെന്ന് തോന്നിയപ്പോഴായിരുന്നു ഈ കൊലവിളി. കൈവിലങ്ങിട്ട ശേഷം അതിനോട് ചേർത്ത് ബന്ധിച്ചിട്ടുള്ള ചങ്ങല ചുറ്റിപ്പിടിച്ചാൽ മാത്രമേ അവനെ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഈ കൊടും ക്രിമിനലിനെ എന്നും കാണേണ്ടി വരുന്ന ജയിൽ ജീവനക്കാരെ കുറ്റപ്പെടുത്താനാവില്ല. ദിവസവും എത്രത്തോളം ബുദ്ധിമുട്ടിയാകും ഇയാൾക്ക് സെല്ലിലേക്ക് ഭക്ഷണം പോലും കൊടുക്കുന്നതെന്ന് ഓർത്താൽ മതി. കടുവാക്കൂട്ടിൽ കയറുന്ന പോലെയാണ് അവന്റെ സെല്ലിലേക്ക് കയറാനാകുകയെന്നും ഷേർലി പറയുന്നു. അവന്റെ ക്രിമിനൽ ബുദ്ധി പോലീസിനെ കടത്തിവെട്ടുന്നതാണ്. താടി വടിക്കാൻ പറ്റില്ല, ബ്ലേഡ് അലർജി എന്ന് പറഞ്ഞു. ചപ്പാത്തി മാത്രം മതിയെന്നും വാശി പിടിച്ചു. ആഹാരത്തിൽ ക്രമം വരുത്തി. പരമാവധി ശരീരഭാരം കുറയ്ക്കുകയായിരുന്നു അതിന്റെ ലക്ഷ്യം. താടി വളർത്തിയത് പുറത്താരും തിരിച്ചറിയാതിരിക്കാൻ. ശരീരഭാരം കുറച്ച് തീരെ മെലിഞ്ഞിട്ടും പോലീസിന് ഒരു സംശയവും തോന്നിയില്ല. പോലീസിനെ കബളിപ്പിച്ചതിന്റെ ലഹരിയിലായിരുന്നു അവൻ. പിന്നീട് ഓരോ ദിവസവും എണ്ണിക്കാത്തിരുന്നു. അഭ്യാസ പ്രകടനങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം തുടർന്നുകൊണ്ടേയിരുന്നു. മേക്ക് ഓവറൊക്കെ കൊള്ളാം, പക്ഷേ ബലം അവന്റെ ആ കൈയായിരുന്നുവെങ്കിൽ ബലഹീനതയും അതുതന്നെയായിരുന്നു. കൈയില്ല എന്നുള്ള അടയാളം തന്നെയാണ് അവനെ കുടുക്കിയത്. നാട്ടുകാർ മനസ്സിലാക്കി കുടുക്കിയത് അറ്റുപോയ കൈ കണ്ടിട്ടാണ്. എല്ലാവരും ആൾക്കൂട്ടത്തിനിടയിൽ തിരഞ്ഞതും, അതായത് ഗോവിന്ദചാമി ജയിൽ ചാടി എന്നുള്ള വാർത്ത പുറത്തു വന്നതോടെ എല്ലാവരും അവർക്ക് ചുറ്റും തിരഞ്ഞത് കൈയില്ലാത്ത ഒരു മനുഷ്യൻ ഉണ്ടോ എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് നാട്ടുകാരിൽ പലരുടെയും കണ്ണിൽ അവൻ ചെന്ന് വീഴുന്നത്. ഗോവിന്ദചാമിക്ക് തനിയെ ജയിൽ ചാടാൻ സാധിക്കുമോ? പക്ഷെ പോലീസിന്
ഇക്കാര്യത്തിൽ സംശയമുണ്ടാകില്ല. മെരുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കുറ്റവാളിയാണ് ഇയാളെന്ന് ബി സന്ധ്യ IPS വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളാണ് ഗോവിന്ദചാമി. 3-4 പോലീസുകാർ പിടിച്ചാൽ പോലും വരുതിയിലാക്കാൻ പെടാപ്പാടുപെടും. ഗോവിന്ദചാമിക്ക് ഒരു കൈ മാത്രമേ ഉള്ളൂവെങ്കിലും അയാൾ 2 കൈയുള്ളവരെക്കാൾ വിദഗ്ധനാണെന്ന് ബി സന്ധ്യ പറയുന്നത്. റിപ്പീറ്റഡ് സെക്ഷൽ പ്രിഡേറ്റർ എന്ന കാറ്റഗറിയിൽപ്പെട്ട ആളാണ് ഗോവിന്ദചാമി. ഇയാൾ ഒരു കൊടും കുറ്റവാളി തന്നെയാണ്. കാരണം ഇയാളെ ആദ്യമായി പിടികൂടുന്ന സമയത്ത് ഗോവിന്ദചാമിക്കെതിരെ തമിഴ്നാട്ടിൽ 14ഓളം കേസുകൾ ഉണ്ടായിരുന്നു. ഇത്തരം ആളുകൾ സമൂഹത്തിന് ഭീഷണിയാണെന്ന് ബി സന്ധ്യ IPS വെളിപ്പെടുത്തുന്നു. സൗമ്യ വധക്കേസ് അന്വേഷണ സമയത്ത് തന്നെ ഗോവിന്ദചാമിക്ക് ഒരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്ന് മനസ്സിലായിരുന്നു. റെയിൽവേ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇയാൾക്കെതിരെ കേരളത്തിലും തമിഴ്നാട്ടിലുമായി കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമായി. ഗോവിന്ദചാമി പുറത്തിറങ്ങിയാൽ ഇനിയും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുമെന്ന് ബി സന്ധ്യ പറയുന്നു. ഗോവിന്ദചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെളിവെടുപ്പിനിടെ മാധ്യമങ്ങൾക്ക് നേരെ കൈവീശി കാണിക്കുകയായിരുന്നു. നാടകീയ രംഗങ്ങളൊക്കെയാണ് അവിടെ അരങ്ങേറിയത്. അതായത് ഒരു കൂസലുമില്ല. പിടിക്കപ്പെട്ടതിൻ്റെ യാതൊരു വേവലാതിയോ ഭയമോ ഒന്നും തന്നെ അയാളുടെ മുഖത്തില്ല. ആകെ അയാളുടെ മുഖത്തുള്ളത് പക മാത്രമാണ്. ഇനിയും ജയിൽ ചാടും എന്നുള്ള ഒരു വാശിയും അയാളുടെ മുഖത്തുണ്ട്. ഗോവിന്ദചാമിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് 14 ദിവസത്തേക്ക്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ നടപടികൾ, അതായത് ഇയാൾ ജയിൽ ചാടിയതിൽ കൂടുതൽ അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. ആരെങ്കിലും ഇയാളെ സഹായിച്ചിരുന്നോ, കൂട്ടാളികളെയും ഒക്കെ തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ജയിലിനുള്ളിലും ചാടിയ മതിലിന് സമീപത്തും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. എങ്ങനെയാണ് ജയിൽ ചാടിയതെന്ന് ഗോവിന്ദചാമിയോട് പോലീസ് ചോദിച്ചിട്ടുണ്ട്. ജയിലഴി മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് കിട്ടിയത് ജയിലിലെ വർക്ക്ഷോപ്പിൽ നിന്നാണെന്ന് ഗോവിന്ദചാമി മൊഴി നൽകിയതായിട്ടാണ് വിവരം. ആഴ്ചകളോളം എടുത്താണ് അഴി അറുത്തത്. അറുത്ത ഭാഗം കാണാതിരിക്കാൻ തുണി കൊണ്ട് കെട്ടിവെച്ചിരുന്നു. ജയിൽ മോചിതരായവർ ഉപയോഗിച്ചിരുന്ന തുണികളാണ് ഗോവിന്ദചാമി രക്ഷപ്പെടാനായി ഉപയോഗിച്ചത്. കറുത്ത പാൻറ് ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ ഇങ്ങനെ ലഭിച്ചതാകാമെന്ന് പോലീസ് പറയുന്നത്. കുളിക്കാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്കിന് മുകളിൽ കയറിയാണ് ജയിലിന് മതിലിന് മുകളിലെത്തിയത്. മതിലിന് മുകളിലെ ഇലക്ട്രിക് വേലിയുടെ കമ്പിയിൽ പുതപ്പ് കെട്ടിയ ശേഷം താഴേക്ക് ചാടുകയായിരുന്നു. വേലി കേടായതിനാൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. ഗോവിന്ദചാമിയുടെ സഹതടവുകാരനും ചാടാൻ തയ്യാറെടുത്തിരുന്നുവെന്നാണ് വിവരം. എന്നാൽ കമ്പിക്കുള്ളിലൂടെ പുറത്തു കടക്കാൻ സാധിക്കാതെ വന്നതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ഭക്ഷണം നിയന്ത്രിച്ച് മെലിഞ്ഞത് ഈ ഒരു കാരണം കൊണ്ടാണ്. അവൻ്റെ ആ ബുദ്ധി ഒന്ന് സമ്മതിച്ചു കൊടുക്കണം. വയറ് നിറയെ, അതായത് മൂക്കുമുട്ടെ തിന്നുകൊണ്ടിരുന്നവൻ പെട്ടെന്നൊരു ദിവസം ഭക്ഷണത്തിൽ ക്രമങ്ങൾ വരുത്തുന്നു. പല ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നു. പൂർണ്ണമായും ചപ്പാത്തി കഴിച്ച് ജീവിക്കുന്നു. അപ്പോൾ പോലും പോലീസിന് ഒരു സംശയവും തോന്നിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ പോലീസ് ഏറ്റവും മികവുറ്റവർ തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസൊക്കെ തന്നെയാണ്. പക്ഷേ പലപ്പോഴും പല പിഴവുകളും അവർക്കുണ്ടാകുന്നു. ഇന്ന് ഗോവിന്ദചാമി രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ വലിയ ഒരു വിപത്തിന് തന്നെ വഴിവെച്ചേനെ. കേരളത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് മറ്റ് പലയിടങ്ങളിലേക്കും ഗോവിന്ദചാമി രക്ഷപ്പെടുമായിരുന്നു. വീണ്ടും പല ക്രിമിനൽ ആക്ടിവിറ്റികളിലും അയാൾ ഉൾപ്പെടുമായിരുന്നു. ഒരുപക്ഷെ സൗമ്യയേക്കാൾ വലിയ ദുരന്ത വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വന്നേനെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.